ഏറ്റവും സ്നേഹമുള്ളവരെ, ചെത്തിപ്പുഴയിൽ ഈശോയുടെ തിരുഹൃദയ ദേവാലയത്തിലേക്ക് ഇന്ന് രാവിലെ കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 31-ഉം 34-ഉം വചനങ്ങളാണ്. ഈശോയുടെ ഹൃദയത്തിൽ പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ആ സാക്ഷ്യം സത്യവുമാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണിത്. ഈശോയുടെ ഹൃദയത്തിലേക്ക് കുന്തം കൊണ്ട് പടയാളികൾ ഒരുവൻ കുത്തി എന്നുള്ളത്. ആ അവസരത്തിൽ ഒഴുകിയ ആ രക്തവും വെള്ളവും നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ആ പരിശുദ്ധാത്മാവ്. തിരുനാൾ ദിവസം യേശു ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തിരുനാളിൻ്റെ ദിവസം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. സമറിയായക്കാരി സ്ത്രീയോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കുമെന്നാൽ ഞാൻ നൽകുന്ന ജലം പരിശുദ്ധാത്മാവിൽ നിന്ന് നിർഗളിക്കുന്നതാണ്. ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. അവിടെയും പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. നിക്കോദെമസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം, ജലത്താലും ആത്മാവിനാലും. ജലത്താലും ആത്മാവിനാലും ജനിച്ചവരാണ് എല്ലാവരും. 3 തരത്തിലുള്ള മാമോദീസയുണ്ട്. ആഗ്രഹത്താലുള്ള മാമോദീസ, വെള്ളത്താലുള്ള മാമോദീസ, രക്തസാക്ഷിത്താലുള്ള മാമോദീസ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ആഗ്രഹത്താലോ രക്തത്താലോ വെള്ളത്താലോ മാമോദീസ സ്വീകരിച്ചവരാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു എന്ന് ഏത് ആൾക്കും പറയാവുന്നതാണ്. വിശ്വാസത്തോടുകൂടി മരിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് പോലും മാമോദീസ നൽകാൻ അനുവാദ സഭ നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഈ വചനം കേൾക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദേവാലയത്തിൽ വന്നു നിൽക്കുമ്പോൾ 100 വചനങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. വേദനിക്കുന്ന എൻ്റെ ഹൃദയം കാണുവിനെന്ന് മാർഗരറ്റ് മേരി ഹലക്കോക്കിനോട് ഈശോ പറഞ്ഞില്ലേ, നീയെങ്കിലും എന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ് മാർഗരറ്റ് മേരി ഹലക്കോക്കിനോട്. അങ്ങനെ നമ്മുടെ ദേവാലയം മുഴുവനിലും, നമ്മുടെ വീടുകൾ മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങളെ ഞാൻ സമർപ്പിക്കുകയാണ്. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ വെള്ളം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയ രോഗികളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിൽ ഹാർട്ട് പ്രോബ്ലവുമായിട്ട് എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഓപ്പറേഷന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സമർപ്പിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആൻജിയോപ്ലാസ്റ്റി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത്. ആൻജിയോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. കർത്താവെ, സുഖപ്പെടുത്തണമേ. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തെ സമർപ്പിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന, അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ രക്തം ഈ മക്കളുടെയൊക്കെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറക്കട്ടെ. ജീവനും പ്രകാശവും അങ്ങയിൽ നിന്ന് തന്നെ ലഭിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ ഈശോയുടെ തിരുഹൃദയത്തിന് വണക്കമുണ്ടാകട്ടെ. ഈശോയുടെ മാധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നിങ്ങളെല്ലാവരും നിറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും സാധിക്കുമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദേവാലയം ചെത്തിപ്പുഴയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവമേ നന്ദി, ദൈവമേ ആരാധന.